ശക്തന്റെ തട്ടകത്തിൽ കർക്കിടകം പുലർന്നത് രാമായണ പാരായണത്തോടൊപ്പം ആനകളുടെ ചങ്ങലക്കിലുക്കവും കേട്ടാണ്. ഗണേശപ്രീതിക്കായി ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ആനയൂട്ടിലും ഗജപൂജയിലും 63 ആനകൾ പങ്കെടുത്തു. കർക്കിടക പുലരിയിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനകൾക്ക് വിരുന്നൂട്ടായിരുന്നു. കർക്കിടക പുലരിയിൽ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഗജവീരന്മാരുടെ സംഗമമായിരുന്നു. വടക്കുന്നാഥനെ വണങ്ങി ആനയൂട്ടിനായി കരിവീരക്കൂട്ടം നിരന്നപ്പോൾ ആനകളെ ഊട്ടാൻ ആനപ്രേമികളും ഭക്തരും ഒഴുകിയെത്തി. രാവിലെ മുതൽ തന്നെ സഹ്യപുത്രന്മാർ പ്രത്യേകം തയ്യാറാക്കിയ ബാരിക്കേഡിനുള്ളിൽ കുളിച്ച് കുറിതൊട്ട് പൂമാലകൾ അണിഞ്ഞ് അനുസരണയുള്ള കുട്ടികളെപ്പോലെ അണിനിരന്നു. ഊട്ടാനുള്ള വിഭവങ്ങൾ മുന്നിലേക്ക് എത്തിയതോടെ പല ആനകളുടെയും ക്ഷമ നശിച്ചെന്ന് മാത്രമല്ല, പിന്നെ ഇവ കിട്ടാനായി തിടുക്കം. രാവിലെ 10 മണിയോടെ ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി പിതൃക്കോവിൽ സാവിത്രിക്കുട്ടിക്ക് ആദ്യ ഉരുള നൽകിയതോടെ ആനയൂട്ടിന് തുടക്കമായി. പിന്നീട് ഭക്തരും ആനപ്രേമികളും ആനകളെ വിരുന്നൂട്ടാൻ മത്സരിച്ചു. ഗജവീരന്മാരുടെ പെരുവയർ നിറയ്ക്കാൻ മഞ്ഞൾ, നെയ്യ്, ഔഷധക്കൂട്ടുകൾ എന്നിവ ചേർത്ത് തയ്യാറാക്കിയ ഉണക്കല്ലരിച്ചോറും ഗണപതി ഹോമപ്രസാദം, കരിമ്പ്, ഉണ്ടശർക്കര, കൈതച്ചക്ക, പഴം, വെള്ളരിക്ക, ചോളം എന്നിവയും കുട്ടികളടക്കമുള്ളവർ നൽകി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മേയർ MK വർഗീസ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, ഗായകൻ വിജയ് യേശുദാസ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ VK വിജയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആനയൂട്ടിന് മുന്നോടിയായി ഗജപൂജയും മഹാഗണപതി ഹോമവും നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവകുമാർ, പുതുപ്പള്ളി കേശവൻ, കുട്ടൻകുളങ്ങര അർജുനൻ, ഗുരുവായൂർ ബാലകൃഷ്ണൻ തുടങ്ങി പിടിയാനകളടക്കം 63 ആനകളാണ് ഇത്തവണ ഊട്ടിൽ പങ്കെടുത്തത്. ഭക്തർ നൽകിയ പ്രസാദങ്ങളും മറ്റും ആനവായിൽ അമ്പഴങ്ങ എന്ന പോലെയേ ഉള്ളൂ എങ്കിലും അതെല്ലാം മതിവരുവോളം കഴിച്ചാണ് കരിവീരക്കൂട്ടങ്ങൾ ശക്തന്റെ തട്ടകത്തിൽ നിന്ന് മടങ്ങിയത്. ക്യാമറമാരായ കൃഷ്ണകുമാർ K മലയിലിനും ഷിബി പോട്ടോരിനും പ്രവീണിനും ആഷിഖ് വേലൂരിനുമൊപ്പം ശ്രീകേഷ് വളാനിക്കര TCV ന്യൂസ്.